ചെയ്യുന്നുമുണ്ട്. एंडे सुहृदगणे, जो लोग सड़कों के किनारे गलियों में सामान बेचते हैं, इन स्ट्रीट वेंडर्स की स्थिति भी पहले बहुत बुरी थी। उन्हें सामान खरीदने के लिए कुछ 100 रुपये भी महंगे ब्याज पर लेने पड़ते थे। केंद्र सरकार ने पहली बार इनके लिए पीएम स्वनिधि स्कीम बनाई। इस स्कीम के बाद देश भर में लाखों साथियों को बैंकों से बहुत मदद मिली है। लाखों स्ट्रीट वेंडर्स को जिंदगी में पहली बार बैंक से कोई लोन मिला है। പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മുടെ രാജ്യത്തെ വഴിയോര കച്ചവടക്കാർ, തെരുവ് കച്ചവടക്കാർ എന്നിവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കച്ചവട സാധനങ്ങൾ വാങ്ങാനായി അവർക്ക് ചെറിയ തുകയ്ക്ക് പോലും വലിയ പലിശ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കായാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. ഇതോടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് ജീവിതത്തിൽ ആദ്യമായി ബാങ്ക് വായ്പ കിട്ടിയതും PM स्वनिधि പദ്ധതി നടപ്പാക്കിയ ശേഷമാണ്. एंडे सुहृदगणे, अब भारत सरकार एक कदम आगे बढ़ते हुए इन साथियों को क्रेडिट कार्ड दे रही है। थोड़ी देर पहले यहां भी पीएम स्वनिधि क्रेडिट कार्ड दिए गए हैं। इसमें केरला के 10,000 और तिरुवनंतपुरम के 600 से अधिक साथी हैं। पहले सिर्फ अमीरों के पास ही क्रेडिट कार्ड होता था, अब स्ट्रीट वेंडर्स के पास भी स्वनिधि क्रेडिट कार्ड है. പ്രിയപ്പെട്ടവരെ, ഈ തെരുവ് കച്ചവടക്കാരായിട്ടുള്ള സാധാരണക്കാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇന്നു മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയാണ്. അല്പം മുമ്പാണ് ഇതേ വേദിയിൽ പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ 10,000 കണക്കിനും തിരുവനന്തപുരത്തെ 600ഓളം തെരുവ് കച്ചവടക്കാർ ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്തെ പണക്കാരുടെ കൈകളിൽ മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ കൈകളിലും എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. അവർക്കിന്ന് പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. एंडे सुहृदगणे, केंद्र सरकार कनेक्टिविटी, साइंस एंड इनोवेशन और हेल्थ केयर पर भी बहुत अधिक निवेश कर रही है. केरला में CSIR के इनोवेशन हब का लोकार्पण, मेडिकल कॉलेज में रेडियो सर्जरी सेंटर की शुरुआत, इनसे केरला को साइंस, इनोवेशन और हेल्थ केयर का हब बनाने में मदद होगी. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ നഗരങ്ങളെ തമ്മിൽ, സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കൽ, സയൻസ്, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യരംഗം എന്നീ മേഖലകളിലും കേന്ദ്രം ഇന്ന് വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൽ CSIRലെ ഇന്നൊവേഷൻ ഹബ്ബ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ റേഡിയോ സർജറി സെന്ററിന് ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ശാസ്ത്രം, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യം എന്നീ മേഖലകളുടെയൊക്കെ ആസ്ഥാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് സഹായകരമാകും. एंडे सुहृदगणे, आज देश के दूसरे हिस्सों से केरला की रेल कनेक्टिविटी और सशक्त हुई है. थोड़ी देर पहले जिन अमृत भारत एक्सप्रेस ट्रेनों को हरी झंडी दिखाई गई है, इससे केरला में ईज ऑफ ट्रैवल को बल मिलेगा.
इससे टूरिज्म सेक्टर को भी बहुत फायदा होगा। गुरुवायूर से त्रिशूर के बीच नई पैसेंजर ट्रेन तीर्थ यात्रियों के लिए सफर को और आसान बनाएगी। इन सारे प्रोजेक्ट से केरला के विकास को भी गति मिलेगी। പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലെ അപേക്ഷിച്ച് കേരളത്തിലെ റെയിൽ ഗതാഗതം ഇന്നു മുതൽ കൂടുതൽ ദൃഢമാവുകയാണ്. അല്പം മുൻപ് ഞാൻ പച്ചക്കൊടി കാണിച്ച അമൃത ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി ഓടിത്തുടങ്ങുന്നതോടെ കേരളത്തിലെ യാത്രാ സൗകര്യവും ഇനിയും കൂടുതൽ മെച്ചപ്പെടും. വിനോദസഞ്ചാരികൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടും. ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന പുതിയ പാസഞ്ചർ ട്രെയിൻ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കും. ഈ പദ്ധതികളുടെ എല്ലാം കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ വേഗം കൈവരും. साथियों, विकसित केरला से ही विकसित भारत का सपना पूरा होगा। इसमें केंद्र सरकार पूरी शक्ति से केरला के लोगों के साथ खड़ी है। आप सभी को फिर से एक बार बहुत बहुत शुभकामनाएं देता हूं। अभी इसके बाद बगल में ही केरला के हजारों लोग, उत्साही लोग, आत्मविश्वास से भरे लोग मेरे भाषण का इंतजार कर रहे हैं और वहां भी मुझे बहुत खुल करके बोलने का मौका मिलेगा, जमकर के बातें करने का मौका मिलेगा और मीडिया को भी इसमें ज्यादा इंटरेस्ट नहीं होगा, उसमें ही ज्यादा होगा। तो मैं आज इस कार्यक्रम में यहीं पर अपनी बात पूरी करूंगा और फिर मैं 5 मिनट के बाद बगल में कार्यक्रम में जाकर के वहां बहुत सी बातें जो केरला के भविष्य से जुड़ी हुई हैं मैं जरूर वहां बताऊंगा। പ്രിയപ്പെട്ടവരെ, വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുകയാണ്. ഇതിനുശേഷം ഇതിന്റെ തൊട്ടടുത്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ഊർജ്ജസ്വലരായ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അവിടെ ഞാൻ വിശദമായി കേരളത്തിന്റെ ഭാവിയെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ അതിലായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാവുക. ഇത്തരം ഈ പരിപാടിയിൽ വലിയ താല്പര്യം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അടുത്ത പരിപാടിയിൽ എനിക്ക് സംസാരിക്കാൻ പോകേണ്ടതുണ്ട്. बहुत बहुत धन्यवाद। We take this opportunity once again to express our sincere gratitude to the Honorable Prime Minister of